ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. നന്ദു പോയതിൻ്റെ വിഷമത്തിലാണ് കനകയും ഗോവിന്ദനും. അപ്പോൾ നയനിയും നവ്യയും കൂടി വന്ന് വിളിക്കുകയാണ് അച്ഛനും അമ്മയും ഭക്ഷണം കഴിക്കാൻ വേണ്ടി. അപ്പോൾ കനക പറയുകയാണ് എനിക്ക് വേണ്ട അച്ഛന് വിളമ്പി കൊടുക്കുന്ന. അപ്പോൾ അങ്ങനെ ഒരു പതിവില്ലല്ലോ എന്ന് ഗോവിന്ദൻ ചോദിക്കുകയാണ്. അപ്പോൾ നന്ദു പോയെങ്കിൽ എന്താ നവ്യ ചോദിക്കുകയാണ്. ഞങ്ങൾ രണ്ട് മക്കളോ അച്ഛൻ്റെ അമ്മേൻ്റെ അടുത്തുണ്ടല്ലോ, പിന്നെ എന്തിനാ വിഷമിക്കുന്നത്? ഗോവിന്ദനാണെങ്കിലും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നന്ദുവിനെ കാണാൻ അനി വന്നല്ലോ, ആ കാര്യങ്ങളെക്കുറിച്ചാണ്. ദേവയാനി ഉണ്ടായിരുന്ന സമയത്ത് നന്ദുവിനെ കാണാൻ അനി വന്നല്ലോ, അവന് ഒരു പേടിയും ഇല്ലായിരുന്നല്ലോ ദേവയാനി ഉണ്ടെന്ന്. എന്നിട്ടും നന്ദുവിനെ കാണാൻ വന്നല്ലോ. ഇനിയിപ്പോൾ രണ്ടുപേർക്കും ഒരുമിച്ച് കാണാനും സംസാരിക്കാനും ഒക്കെ സൗകര്യമാവും എന്നിങ്ങനെ പറയുമ്പോൾ നയന പറയാണ് അതിനൊന്നും പറ്റത്തില്ല. നന്ദുവിനെ നല്ല രീതിയിൽ ഉപദേശിച്ചതാണല്ലോ, അതുകൊണ്ട് നന്ദു അനിയനെ വിളിക്കാനൊന്നും നിൽക്കത്തില്ലെന്ന് നയന പറയുന്നുണ്ടായിരുന്നേ. പിന്നീട് കനകയ്ക്കാണെങ്കിലും ഭയങ്കര പേടിയാണ്. ജോത്സ്യം പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ഇനി അത് നടക്കുമോ എന്നൊക്കെ ഓർത്ത് ഭയങ്കര ടെൻഷനിലാണ് കനക. അപ്പം നവ്യ പറയുകയാണ് ജോത്സ്യം പറഞ്ഞ കാര്യം അങ്ങ് നടക്കുകയാണെങ്കിൽ അങ്ങ് നടന്നിട്ട് പോട്ടെ എന്നാണ് നവ്യയും പറയുന്നത്. അപ്പോൾ ഗോവിന്ദൻ ചോദിക്കുകയാണ് മോളെന്തിനാ അങ്ങനെ പറഞ്ഞതെന്ന്. അപ്പോൾ നവ്യ പറയുകയാണ് അനാമിക ഒരു അഹങ്കാരിയാണ്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന്. അപ്പോൾ കനക പറയുകയാണ് നീയും ആദ്യം അഹങ്കാരി ആയിരുന്നല്ലോ, അനിയത്തിമാരെ വരെ തള്ളിപ്പറഞ്ഞ ഒരു സമയം ഉണ്ടായിരുന്നു എന്ന്. കനകയ്ക്ക് ജ്യോത്സ്യം പറഞ്ഞ കാര്യത്തിൽ ഭയങ്കര പേടിയാണ്. നവ്യയുടെ നയനയുടെ കാര്യങ്ങളൊക്കെ ജ്യോത്സ്യം പറഞ്ഞതുപോലെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ നന്ദുവിൻ്റെ കാര്യത്തിൽ അങ്ങനെ സംഭവിക്കുമോ എന്നുള്ള കാര്യത്തിൽ കനകയ്ക്ക് ഭയങ്കര പേടിയാണ്. അപ്പം നയന പറയുകയാണ് അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടി നമുക്ക് നല്ല രീതിയിൽ പ്രാർത്ഥിച്ച് ഒന്നും ഫലിക്കാതെ ഇരുന്നിട്ടില്ലല്ലോ, അതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ പ്രാർത്ഥിച്ച് അതിനുള്ള പ്രതിഫലം കിട്ടുമെന്ന്. പിന്നീട് ജയനാണെങ്കിലും അനിയും കൂടെ ചേർന്ന് ആദർശിൻ്റെ കാര്യങ്ങളാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആദർശിന് ഇപ്പോൾ ഭയങ്കര ദേഷ്യമാണല്ലോ, ആ കാര്യങ്ങളൊക്കെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആദർശ് അങ്ങോട്ട് വരുന്നത്. ആദർശിനെ കാണുമ്പോൾ ജയനാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു നീയും നയനമോളും തമ്മിലുള്ള പ്രശ്നങ്ങൾ മാറ്റിയെടുക്കണമെന്നാണ് അനി പറഞ്ഞതെന്ന്. ഇങ്ങനെ പറയുമ്പോൾ അനി അങ്ങനെ ഒരു സംസാരിച്ചിട്ടേ ഇല്ല. അപ്പോൾ ജയൻ വെറുതെ പറഞ്ഞതാണ്. ഇത് കേൾക്കുമ്പോൾ ആദർശിന് നല്ല ദേഷ്യം വരെയാണ്. അപ്പോൾ അനിയെ ദേഷ്യത്തോടെ നോക്കുകയാണ്. അനിയാണെങ്കിലും ജയനിങ്ങനെ പറയുന്ന സമയത്ത് ഇപ്പോൾ ഇങ്ങനെ ആയോ, നിങ്ങൾ പ്ലേറ്റ് മാറ്റിയോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ എല്ലാം എൻ്റെ തലയിലായോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ജയനും പറയുന്നുണ്ടായിരുന്നു ഏട്ടൻ പറഞ്ഞത് തന്നെയാണ് ശരിയെന്നിങ്ങനെ പറയുകയാണ്. ഈ സമയത്താണ് ദേവേനെ അമ്പലത്തിൽ പോയി എന്ന് പറഞ്ഞ് തിരിച്ചു വരുന്ന. ആ സമയത്ത് ജയനാണെങ്കിലും ചോദിക്കുന്നുണ്ടായിരുന്നു ഈ അമ്പലത്തിൽ പോയിട്ട് വന്നോന്ന്, എത്ര നേരം വൈകിയെന്ന് ജയൻ ചോദിക്കുമ്പോൾ ദേവയാനി പറയുകയാണ് ഞാനൊരു ക്ഷേത്രത്തിലല്ലേ പോയത്, 2-3 ക്ഷേത്രങ്ങളിൽ കൂടി പോയി. ജയനാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ചേട്ടത്തി അമ്പലത്തിൽ പോയിട്ട് വന്നതിന് ശേഷം ചേട്ടത്തിയുടെ നെറ്റിയിൽ കുറിയോ കയ്യിൽ പ്രസാദമോ ഒന്നും കണ്ടില്ലല്ലോ എന്ന്. ദേവയാനി പറയുന്നുണ്ടായിരുന്നു ഭയങ്കര ചൂടല്ലേ, അപ്പോൾ നെറ്റിയിൽ തൊട്ട പ്രസാദം ഞാൻ മുഖം കഴിയപ്പോൾ അതങ്ങ് പോയി എന്ന് പറയുകയാണ്. അപ്പം ആദർശാണെങ്കിൽ ഭയങ്കര ദേഷ്യത്തിലാണ് ഇരിക്കുന്നത്. ദേവയാനിയാണെങ്കിൽ ആദർശിൻ്റെ അടുത്ത് ചോദിക്കുകയാണ് നിൻ്റെ മുഖം എന്താടാ എത്ര വീർത്തിരിക്കുന്നതെന്ന്. അപ്പോൾ ദേവയാനിയുടെ അടുത്ത് ആദർശ് പറയുകയാണ് അത് നീര് വന്നിട്ടാണ് എന്ന്. ദേവയാനി ചോദിക്കുകയാണ് നിൻ്റെ മുഖത്ത് ആരെങ്കിലും അടിച്ചോ ഇങ്ങനെ പെട്ടെന്ന് നീര് വരാൻ വേണ്ടിയിട്ട് എന്ന്. പിന്നീട് ജയൻ പറയുന്നുണ്ടായിരുന്നു ഇവനും നയനമോളും തമ്മിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, അവർ തമ്മിൽ സൗന്ദര്യ പിണക്കങ്ങളൊക്കെ ഉണ്ട് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ദേവയാനിയുടെ അടുത്ത് ആദർശ് ചോദിക്കുകയാണ് അമ്മ അമ്പലത്തിൽ പോയിട്ട് നല്ല രീതിയിൽ പ്രാർത്ഥിച്ചു വന്നു. അപ്പോൾ ദേവയാനി പറയുകയാണ് പ്രാർത്ഥിക്കാനല്ലേ പോയത്, അല്ലാതെ പരാതി പറയാനും ഒന്നും അല്ലല്ലോ അമ്പലത്തിൽ പോകുന്നതെന്ന്. ആദർശും നയനയും തമ്മിലുള്ള പിണക്കം മാറ്റിയെടുക്കേണ്ടത് ദേവയാനിയുടെ കടമയാണെന്ന് അവിടെ ഉള്ളവർ പറയുമ്പോൾ ദേവയാനിയുടെ മുഖം മാറി അപ്പോൾ ഭയങ്കര സങ്കടമാവുകയാണ്. അപ്പോൾ അജയനാണെങ്കിലും ചോദിക്കുന്നുണ്ടായിരുന്നു ഈ കാര്യം പറഞ്ഞപ്പോൾ ഏട്ടത്തിക്ക് എന്താ ഒരു സങ്കടം പോലെയെന്ന്. അപ്പോൾ ദേവയാനി പറയും എനിക്കൊരു കുഴപ്പവുമില്ല, എന്നാലും വെച്ച് ഏറ്റവും നല്ല ഭാര്യയാണ് ഇവന് കിട്ടിയിരിക്കുന്നതെന്നല്ലേ ഇവൻ പറഞ്ഞുകൊണ്ട് നടന്ന്, ഇപ്പോൾ എന്താ അതൊക്കെ മാറിപ്പോയോ? ആദർശിന് നയനയ്ക്ക് എന്തെങ്കിലും കുഴപ്പങ്ങളോ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഉണ്ടായാൽ നിനക്ക് ഇവിടെ ഒരു കുഴപ്പവുമില്ലല്ലോ, ഇവിടെ അങ്ങനെയല്ലേ കാര്യങ്ങളൊക്കെ പോകുന്നതെന്ന് ഇങ്ങനെ ജയൻ പറയുമ്പോൾ ദേവയാനി പറയുകയാണ് എനിക്കിതിലൊന്നും ഇടപെടാൻ വയ്യ, എനിക്ക് അവൻ്റെ കാര്യങ്ങളൊന്നും നോക്കാൻ വയ്യ, ഒന്നിനും മരുന്നുമില്ല എന്ന് ദേവയാനി പറയുകയാണ്. എനിക്ക് ആദർശിൻ്റെ നയനയുടെയും കാര്യത്തിൽ ഇടപെടാനൊന്നും വയ്യ എന്ന് പറഞ്ഞിട്ട് ദേവയാനി അവിടെ നിന്ന് പോവുകയാണ്. മുത്തശ്ശിയാണ് കാണിക്കുന്നത്. മുത്തശ്ശനാണെങ്കിൽ ആപ്പിളൊക്കെ മുത്തശ്ശി എടുത്ത് കൊടുക്കുകയാണ്. കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ദേവയാനി അങ്ങോട്ട് വരുന്നത്. അപ്പോൾ നമ്മുടെ അമ്പലത്തിൽ പോയ മരുമകൾ വന്നിട്ടുണ്ടല്ലോ എന്നിങ്ങനെ പറയുകയാണ്. ഇത്രയും നേരം വൈകിയത് അന്നദാനം കഴിച്ചിട്ടാണോ അമ്പലത്തിൽ നിന്ന് വന്നതെന്നൊക്കെ കളിയാക്കുന്ന രീതിയിലാണ് ദേവയാനിയുടെ അടുത്ത് മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ചോദിച്ചിരുന്നത്. കേൾക്കുമ്പോൾ തന്നെ ദേവയാനിക്ക് മനസ്സിലാവുകയാണ്. അപ്പോൾ ദേവയാനി പറയുകയാണ് അതേ അമ്പലത്തിൽ പോയി അന്നദാനം കഴിച്ചിട്ടാണ് ഞാൻ വന്നതെന്ന്. അപ്പോൾ മുത്തശ്ശൻ ചോദിക്കുകയാണ് ഏത് അമ്പലത്തിൽ നിന്നാണ് നീ അന്നദാനം കഴിച്ചതെന്ന്. ദേവയാനിക്ക് പെട്ടെന്നൊരു മറുപടി കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ദേവയാനിയുടെ അടുത്ത് ചോദിക്കുക എന്താ മറുപടി പറയാൻ ഇത്രയും താമസം, നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ നിന്നാണോ അന്നദാനം കഴിച്ചതെന്ന്. ദേവയാനി പറയണ അല്ല അവിടെ ഒരു കാവുണ്ടല്ലോ, ആ കാവിൽ നിന്നാണ് ഞാൻ അന്നദാനം കഴിച്ചതെന്ന് പറയുകയാണെങ്കിൽ മുത്തശ്ശൻ്റെ അടുത്ത്. മുത്തശ്ശൻ അത് ശരിയാണോ എന്ന് ചോദിക്കുകയാണ്. അതിനുശേഷം മുത്തശ്ശി ചോദിക്കുകയാണ് നീ അമ്പലത്തിൽ പോയപ്പോൾ ആരെയും വിളിച്ചില്ലല്ലോ, എന്തുകൊണ്ട് ആരെയും വിളിക്കാതെ പോയതെന്ന്. അവൾക്ക് തോന്നും പോലെയല്ലേ അമ്പലത്തിലേക്ക് പോവുകയും വരികയും ചെയ്യുന്നത്, ഇപ്പോൾ അമ്പലത്തിലേക്കാണ് പോയതെന്ന് അറിയുമ്പോൾ കുഴപ്പമൊന്നും ഇല്ലയെന്ന് മുത്തശ്ശൻ പറയുകയാണ്.
പിന്നീട് ദേവേനി ചോദിക്കുകയാണ് നയനി ആദർശം തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നിങ്ങനെ ചോദിക്കുക. മുത്തശ്ശൻ പറയുകയാണ് അവർ തമ്മിൽ ഒരു പ്രശ്നവും ഇല്ല എന്ന്. അപ്പോൾ മുത്തശ്ശി പറയുകയാണ് ആര് പറഞ്ഞു അവർ തമ്മിൽ പ്രശ്നമില്ല എന്ന്, അവർ തമ്മിൽ എന്തൊക്കെയോ സൗന്ദര്യപ്പിണക്കം ഉണ്ടെന്ന് തോന്നുന്നു എന്ന്. പിന്നീട് മുത്തശ്ശനാണെങ്കിലും ദേവയാനിയുടെ അടുത്ത് ചോദിക്കുകയാണ് നിൻ്റെ മരുമകളുടെ അടുത്ത് നിനക്ക് പഴയതുപോലെ ഇപ്പോൾ ദേഷ്യമൊന്നും ഇല്ലേ എന്ന്. അപ്പോൾ ദേവയാനി പറയണം എനിക്ക് ദേഷ്യമില്ല സ്നേഹവും ഇല്ല എന്ന്. ഞാൻ അവളെ വഴിക്ക് വിട്ടിരിക്കുകയാണ് എന്നിങ്ങനെ പറയാം. അപ്പോൾ ദേവയാനി ചോദിക്കുകയാണ് അച്ഛനെന്താ അങ്ങനെ ചോദിച്ചതെന്ന്. അപ്പോൾ ദേവയാനിയുടെ അടുത്ത് മുത്തശ്ശൻ പറയുകയാണ് നീ ഇപ്പോൾ പഴയതുപോലെ നിൻ്റെ മരുമകളെ അടുക്കളയിലൊന്നും കയറ്റുന്നില്ലല്ലോ, നീ തന്നെയാണല്ലോ ഇപ്പോൾ എല്ലാ ജോലിയും ചെയ്യുന്നത്, അതുകൊണ്ടൊക്കെ സംശയത്തിലാണ് ഞാൻ ചോദിച്ചതെന്ന്. ദേവയാനി പറയണം അച്ഛനറിയാലോ ഞാൻ അടുക്കളയിൽ കയറി ഒരു ഗ്ലാസ് പാല് കുടിച്ചതേ എനിക്കറിയാവൂ, ഇപ്പം മറ്റാരുടെ കരൾ കൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്. മുത്തശ്ശൻ പറയുന്നുണ്ടായിരുന്നു കരൾ കൊടുത്ത പെൺകുട്ടി നാട്ടിലേക്ക് എത്തിയിട്ടുണ്ടെന്ന്. ജയൻ പറയുന്നുണ്ടായിരുന്നു ഇപ്പോൾ നീ ആ കുട്ടിയെ അന്വേഷിക്കുന്നൊന്നും ഇല്ലേ എന്ന്. ദേവേനി പറയണം ആ കുട്ടിയെക്കുറിച്ച് അന്വേഷിച്ചിട്ട് കാര്യമല്ലല്ലോ, ആ കുട്ടിയെ എനിക്ക് ആരും കാണിച്ചു തരുന്നില്ലല്ലോ എന്ന്. ഇതൊക്കെ പറയുന്ന സമയത്ത് ദേവേനി മനസ്സിൽ ഓർക്കുകയാണ് അച്ഛനും അമ്മയും ഒന്നും പറയാത്തതാണ്, അവർക്ക് അഭിനയിക്കാനും അറിയത്തില്ല, ഇപ്പം നല്ല രീതിയിൽ അഭിനയിക്കുകയാണല്ലോ രണ്ടുപേരും എന്ന്. പിന്നീട് ദേവേനിയുടെ അടുത്ത് മുത്തശ്ശൻ പറയുകയാണ് അമ്പലത്തിലേക്കൊക്കെ പോയിട്ട് വന്നതല്ലേ, ക്ഷീണം കാണും, പോയി ഡ്രസ്സൊക്കെ മാറ്, പോയി റെസ്റ്റ് എടുക്കുക എന്ന് പറഞ്ഞു വിടുകയാണ്. അതിനുശേഷം മുത്തശ്ശിയുടെ അടുത്ത് പറയുകയാണ് വയസ്സാം കാലത്ത് ഇത്തിരി നേരം പോക്കൊക്കെ നല്ലതാണെന്ന് പറഞ്ഞ് ചിരിച്ചിട്ടാണ് പറയുന്നത്. പിന്നീട് അബിയും ജലജയാണ് കാണിക്കുന്ന. ജലജയാണെങ്കിൽ അബിയുടെ അടുത്ത് വന്ന് പറയുകയാണ് ഈ വീട്ടിൽ എന്തൊക്കെയോ ഗൂഢാലോചന നടക്കുന്നുണ്ട്, ഏട്ടത്തിയുടെ അടുത്ത് എല്ലാവരും കൂടി എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്, ഈ വീട്ടിൽ എന്തൊക്കെയോ നടക്കുന്നുണ്ട് എന്നിങ്ങനെ പറയുമ്പോൾ അബിക്കാണെങ്കിലും ഈ ജലജ പറയുന്ന ഒന്നും കാര്യമാക്കുന്നില്ലേ, ഇതൊന്നും അന്വേഷിക്കാൻ എനിക്ക് വയ്യ, ഇതിനൊന്നും അന്വേഷിക്കാൻ എനിക്ക് താല്പര്യമില്ല, ഇതിനേക്കാളും വലിയ കുരുക്കിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇപ്പോൾ നവ്യനെ കാണാൻ വേണ്ടി അവളുടെ വീട്ടിലേക്ക് പോകുന്നുണ്ടോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അബി പറയുകയാണ് ഇപ്പോൾ നവ്യയുടെ സപ്പോർട്ടാണ് എനിക്ക് വേണ്ടത്, അങ്ങനെ ഒരു പ്രതിസന്ധിയിലാണ് ഞാൻ, അതുകൊണ്ട് അവളുടെ സപ്പോർട്ട് കിട്ടണം, അതുകൊണ്ടാണ് ഞാൻ അവളെ കാണാൻ പോകുന്നത്. സംസാരിക്കുന്ന സമയത്താണ് അനഘ വിളിക്കുന്നത്. അനഘ വിളിച്ചിട്ട് പറയുകയാണ് ഞാൻ നിൻ്റെ വീട്ടിൻ്റെ അടുത്ത് തന്നെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്യണേ. കേൾക്കുമ്പോൾ അബിക്കാണെങ്കിലും കൂടുതൽ ടെൻഷൻ ആവുകയാണ്. എന്നിട്ട് ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് ജലജയുടെ അടുത്ത് പറഞ്ഞിട്ട് അബി അവിടെ നിന്ന് പോവുകയാണ്. ജലജ ചോദിക്കുകയാണ് നീ എങ്ങോട്ടാണ് പോകുന്നതെന്ന്. അപ്പോൾ അബി പറയുകയാണ് എനിക്ക് അമ്മയുടെ അടുത്ത് പറയാൻ താല്പര്യമില്ല, അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ടാണ് അബി അവിടെ നിന്ന് പോകുന്നതിന് ശേഷം അനഘയാണ് കാണിക്കുന്നത്. അപ്പോൾ അനഘ വഴിയിലേക്ക് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഓട്ടോയ്ക്ക് കാശൊക്കെ കൊടുത്ത് അബി ഓട്ടോക്കാരനെ പറഞ്ഞു വിടുകയാണ്. അപ്പോൾ അനഘ പറയുകയാണ് വേണ്ട നീ ഓട്ടോയ്ക്ക് കാശൊന്നും കൊടുക്കണ്ട, ഞാൻ നിൻ്റെ വീട്ടിലേക്ക് വരാനാണ് പോകുന്നതെന്ന്. എന്നെയും പിടിച്ച് വിളിച്ചുകൊണ്ട് അബി പോവുകയാണ്. നീ കാണേണ്ടത് എന്നെയാണ് എന്നിങ്ങനെ പറയുമ്പോൾ അനഘ പറയുകയാണ് നിൻ്റെ മുത്തച്ഛനെയും മുത്തശ്ശിയാണ് എനിക്ക് കാണേണ്ടത്, അല്ലാതെ നിൻ്റെ അമ്മേനെ കണ്ടിട്ട് ഒരു കാര്യമില്ല, അതുകൊണ്ട് നിൻ്റെ മുത്തശ്ശനെയും മുത്തശ്ശിയെയും കാണാനാണ് ഞാൻ വന്നതെന്ന്. തരികിടയാണ് നിൻ്റെ അമ്മ എന്നിങ്ങനെ പറയുകയാണ്. അതിനുശേഷം കുഞ്ഞിനെ കുറിച്ചൊക്കെയാണ് സംസാരിക്കുന്നത്. വിഷു കഴിഞ്ഞിട്ട് നീ ഒരു തീരുമാനം ഉണ്ടാക്കാമെന്ന് പറഞ്ഞതാണ്, എന്നിട്ട് നീ ഒരു തീരുമാനവും എടുത്തില്ല. എന്തായാലും എൻ്റെ മോളെ എനിക്ക് സുരക്ഷിതമായ ഒരു കൈകളിൽ ഏൽപ്പിക്കണം, അതുകൊണ്ട് നിൻ്റെ മുത്തശ്ശനെയോ നിൻ്റെ ആദർശേട്ടനെയൊക്കെ കണ്ടാലും അതിനുള്ള തീരുമാനം ആവുമല്ലോ, അതാണ് നല്ലതെന്ന് ഞാൻ തീരുമാനിച്ചു എന്ന് അനഘ പറയുന്നുണ്ടായിരുന്നു. അബി പറയുകയാണ് എനിക്ക് 2-3 ദിവസത്തെ സാവകാശം കൂടി താന്നു. അപ്പോൾ അനഘ പറയുകയാണ് ഇത് എത്ര ദിവസമായി നിനക്ക് ഞാൻ സാവകാശം തന്നിട്ട് എന്ന്. എൻ്റെ ബോഡി ഇപ്പോൾ വീക്കായിക്കൊണ്ടിരിക്കുകയാണ്, ഏത് നിമിഷവും ഞാൻ പോകാൻ വേണ്ടി തയ്യാറെടുത്തിരിക്കുകയാണ്. എൻ്റെ ബോഡിക്കരികിലിരുന്ന് കരയുന്ന എൻ്റെ മോളുടെ മുഖം എനിക്ക് മനസ്സിൽ ഇങ്ങനെ തെളിഞ്ഞു വരുന്നുണ്ട് എന്ന് പറഞ്ഞ് സങ്കടപ്പെടുന്നുണ്ട് അനഘ. അതിന് മുമ്പ് എനിക്കൊരു തീരുമാനം ഉണ്ടാക്കണം, നിൻ്റെ മുത്തശ്ശൻ്റെയും നിൻ്റെ ആദർശേട്ടൻ്റെയൊക്കെ നമ്പർ എൻ്റെ കയ്യിലുണ്ട്, ഞാൻ അവരെ ഒന്നും വിളിക്കാത്തത് നീ അതിനു മുമ്പ് ഒരു തീരുമാനം ഉണ്ടാക്കാമെന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമാണ്. ഇതുവരെ അതിനൊരു തീരുമാനം ഉണ്ടാക്കിയല്ലോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അബിയാണെങ്കിൽ ഇതില്ലാത്തിനും ഒരു തീരുമാനം ഉണ്ടാക്കാമെന്ന് വാക്ക് കൊടുക്കുകയാണ്. എന്നിട്ട് നിന്നെ എവിടെ ഇറക്കേണ്ടതെന്ന് അബി ചോദിക്കുകയാണ്. അപ്പോൾ അബിയുടെ അടുത്ത് അനഘ പറയുകയാണ് നീ എന്നെ വീട്ടിലിറക്കിയാൽ മതി, വീട്ടിലിറക്കിയിട്ട് മോളെയൊക്കെ കണ്ടിട്ട് പോകുമെന്ന് ഇങ്ങനെ പറയുന്ന സമയത്ത് ആയിട്ടില്ല എന്ന് പറയുകയാണ്. അപ്പോൾ അനഘ പറയുകയാണ് ഞാൻ നിൻ്റെ പേര് ഇതുവരേക്കും പറഞ്ഞിട്ടില്ല, അനന്തപുരിയിലെ വലിയ കാശുകാരനാണ് നിൻ്റെ അച്ഛനെന്ന് മാത്രമേ ഞാൻ മോളെടുത്ത് പറഞ്ഞിട്ടുള്ളൂ, നിനക്കെന്താ മോളെ കണ്ട് സംസാരിച്ച് ഒന്ന് എടുത്തിട്ടൊക്കെ പൊയ്ക്കൂടെ എന്ന് അനഘ ചോദിക്കുന്ന സമയത്ത് അതിനൊന്നും സമയമായിട്ടില്ല, മോളുടെ കാര്യത്തിലൊരു തീരുമാനമായിട്ട് അങ്ങോട്ട് ഞാൻ വരാം, വെറുതെ വന്നിട്ട് കാര്യമല്ലല്ലോ, അപ്പോൾ തീരുമാനമായിട്ട് ഞാൻ അങ്ങോട്ട് മോളെ കാണാൻ വരാമെന്ന് അബി പറയുകയാണ്. അനഘ കാറിൽ കയറുന്ന സമയത്ത് അബിയുടെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു എനിക്ക് പ്രതീക്ഷ തന്നിട്ട് നീ എന്നെ തകർക്കരുത് എന്ന്. അപ്പോൾ അബിയും പറയുന്നുണ്ടായിരുന്നു എനിക്കും അത് തന്നെ തിരിച്ച് നിൻ്റെ അടുത്ത് പറയാനുള്ളതെന്ന്. നീ ചതിക്കാതെ ഇരുന്നാൽ നീ ആവശ്യപ്പെട്ട കാര്യങ്ങളൊക്കെ നടത്താം എന്ന് പറയുകയാണ് അബി. പിന്നീട് അബിയാണെങ്കിൽ ജ്വല്ലറി ഇരിക്കുന്ന സമയത്ത് അബിക്ക് ഒരു കോള് വരികയാണ്. നമ്മുടെ ഇടയിൽ ഇടനിലക്കാരനായിട്ട് നിന്ന പയ്യനെ പോലീസ് പിടിച്ചു എന്നാണ് ഫോണിലൂടെ പറയുന്നത്. എന്തെങ്കിലും ചെയ്യണമെന്ന് പറയുന്ന സമയത്ത് പറയുകയാണ് അബി SI ആയിട്ടാണെങ്കിലും ഒരു പ്രശ്നമില്ല, അതിൻ്റെ മുകളിലായിട്ടുള്ള ആളുകളുമായിട്ട് അതൊന്നും ഉണ്ടാകാതിരുന്നാൽ മതി, അവരറിയുകയാണെങ്കിൽ പ്രശ്നമുണ്ടാകും, എന്നിട്ട് ഞാൻ വേണ്ടത് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് അബി ഫോൺ കട്ട് ചെയ്യുകയാണ്. അതിനുശേഷം ജ്വല്ലറിയിലെ സ്വർണ്ണപ്പണിക്കാരൻ അവിടെ വരുന്നുണ്ടായിരുന്നു, അദ്ദേഹം ഇതിൽ പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തോ കള്ളക്കടത്ത് സ്വർണം വാങ്ങിച്ചിട്ട് അവർ വിറ്റതാണ്, അത് മൂർത്തി സാറ് അറിഞ്ഞാൽ വലിയ പ്രശ്നമാകും,
എന്നെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കുകയൊന്നും ചെയ്യത്തില്ല, എന്നെ വെടിവെച്ച് കൊല്ലുകയായിരിക്കും ചെയ്യുന്നത്. എൻ്റെ കൈകൾ ഇത്രയും നാൾ ശുദ്ധമായിരുന്നു, സാറിൻ്റെ കൂടെ കൂടിയതിന് ശേഷം അതും ഇല്ലെന്നായിപ്പോയി. സ്വർണ്ണപ്പണിക്കാരനാണെങ്കിൽ പോലീസുകാരനെ ഭയങ്കര പേടിയാണ്. പോലീസ് വന്ന് എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എല്ലാ കാര്യവും തുറന്ന് പറയുമെന്നാണ് പറയുന്നത്. സാറ് പോലീസ് കേസൊന്നും ആവില്ല എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ കൂടെ നിന്ന്. ഇപ്പോൾ പോലീസ് കേസൊക്കെ ആവാൻ പോവുകയല്ലേ. അഭി പറയുന്നുണ്ടായിരുന്നു, ഇത്തവണ ആ പയ്യനെ പിടിച്ചത് വേറെ കള്ളക്കടത്ത് സ്വർണം കടത്തിയതിൻ്റെ പേരിലാണ്. പോലീസുകാർക്ക് ഒരു സ്വഭാവമുണ്ടല്ലോ, ഇതുവരെ ചെയ്തതെല്ലാം അവനെ കൊണ്ട് പറയിപ്പിക്കും. ഞാനും നീയൊക്കെ അതിലേക്ക് പെടുമെന്ന് അഭി ഇങ്ങനെ പറയുമ്പോൾ അയാൾക്ക് ഒരുപാട് ടെൻഷൻ ആവുകയാണ്. അപ്പോൾ അഭിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, ജ്വല്ലറിയിൽ എന്നെ വെറും എംപ്ലോയിയാണ് ആക്കിയത്, അതുകൊണ്ട് എൻ്റെ കയ്യിൽ വേണ്ടത്തക്ക കാശൊന്നും വന്നെത്തുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു തിരിമറി നടത്തിയെന്നൊക്കെ പറയുകയാണ്. അഭി ഇങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് അയാൾക്കും പേടിയാവുകയാണ്. അപ്പോൾ ആ സമയത്താണ് നവ്യ അഭിയെ വിളിക്കുന്നത്. അപ്പോൾ അഭിയാണെങ്കിൽ അയാളുടെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു, അതിനേക്കാളും വലിയ മാരണമാണ് ഇപ്പോൾ വിളിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. അതിനേക്കാളും വലിയ മാരണമെന്ന് പറയുമ്പോൾ സ്വർണ്ണപ്പണിക്കാരൻ ചോദിക്കുകയാണ്, അതാരാ, പോലീസുകാരനാണോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അഭി പറയുകയാണ്, പോലീസുകാരനൊന്നുമല്ല, അതെൻ്റെ ഭാര്യയാണ് എന്നിങ്ങനെ പറയുകയാണ്. ശേഷം അഭിയാണെങ്കിൽ നവിയുടെ കോൾ എടുത്തിട്ട് നല്ല സ്നേഹത്തോട് സംസാരിക്കുകയാണ്. ഞാൻ എന്നിട്ട് അങ്ങോട്ട് വരാമെന്നൊക്കെ നവിയുടെ അടുത്ത് പറയുകയാണ്. അപ്പോൾ അഭി അങ്ങോട്ട് വരാമെന്ന് പറയുന്ന കേൾക്കുമ്പോൾ നവിക്ക് ആകെ സന്തോഷമാവാണ്. എന്നിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അഭി ഫോണ് കട്ട് ചെയ്യണം. അതിന് ശേഷമാണെങ്കിൽ സ്വർണ്ണപ്പണിക്കാരൻ പോലീസുകാരൻ ഇങ്ങോട്ട് വരുമോ എന്നുള്ള പേടിയൊക്കെ ഉണ്ട്. എന്നിട്ട് പോലീസുകാരൻ വന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ എല്ലാ സത്യവും തുറന്ന് പറയും എന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ നീ എല്ലാ സത്യവും പോലീസുകാരുടെ അടുത്ത് പറയുകയാണെങ്കിൽ നിന്നെ ഞാൻ കൊന്ന് കെട്ടിത്തൂക്കുമെന്ന് ദേഷ്യപ്പെട്ടിട്ടാണ് അഭി അവിടെ നിന്ന് പോകുന്നത്. പിന്നീട് നവിയെ കാണിക്കുന്നുണ്ടായിരുന്നു. അഭി വരാമെന്ന് പറഞ്ഞതിൽ നവിയ്ക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ സന്തോഷത്തിൽ നിൽക്കുന്ന നവിയെ കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.